പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ചേന്ദമംഗലം പാലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ആദ്യം സ്വന്തം നാടിനെക്കുറിച്ച് അൻസിക വിനു പറയുന്നത് കേൾക്കാം. കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഞങ്ങളുടെ വിദ്യാലയം നിലകൊള്ളുന്ന ചേന്നമംഗലം ഗ്രാമത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. പഴയ കൊച്ചി രാജ്യത്തിൻ്റെ പ്രൗഢമായ ചരിത്രവഴികളിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും ചേന്നമംഗലം. കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനം ഹൈന്ദവ, ക്രൈസ്തവ, യഹൂദ, മുസ്ലിം മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഒരു വിടിപ്പാടകലത്തിനുള്ളിൽ തലയുയർത്തി നിൽക്കുന്ന സൗഹൃദഭൂമി. മേന്മയേറിയ കൈത്തറി വസ്ത്രങ്ങളെന്തെന്ന് ലോകത്തെ പരിചയപ്പെടുത്തിയ ചേന്നമംഗലം കൈത്തറിയുടെ ജന്മഗൃഹം. സംഘകാലകൃതികളിലും ചിലപ്പതികാരത്തിലും ചേന്നമംഗലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പാലിയം സത്യാഗ്രഹം ചരിത്രപ്രസിദ്ധമാണല്ലോ. 1947 പാലിയം ക്ഷേത്രത്തിനു സമീപമുള്ള റോഡിൽ കൂടി അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി 97 ദിവസം നീണ്ടുനിന്ന സമരം ഉദ്ഘാടനം ചെയ്തത് ശ്രീ സി കേശവൻ ആയിരുന്നു. 1948 ഏപ്രിലിൽ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് പാലിയം റോഡിലൂടെ സഞ്ചരിക്കാൻ എല്ലാ വിഭാഗം ആളുകൾക്കും അനുവാദം ലഭിച്ചു. പാലിയം സ്കൂൾ അഥവാ നാലുകെട്ട് സ്കൂൾ 1905 രൂപം കൊണ്ടത്. ഈ വിദ്യാലയം പാലിയം സങ്കേതത്തിൽ സ്ഥിതി ചെയ്തിരുന്നതുകൊണ്ട് സവർണ വിദ്യാർത്ഥികൾക്കു മാത്രമേ പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. എല്ലാ വിഭാഗം ആളുകൾക്കും പ്രവേശനം ലഭിക്കുന്നതിനു വേണ്ടിയാണ് മാറ്റപ്പാടത്തിനു സമീപത്തേക്ക് മാറ്റിയത്. 1922 ഈ സ്കൂൾ ഒരു ഹൈസ്കൂളാക്കി. 1952 പാലിയം സ്കൂൾ ചേന്നമംഗലം ഗവൺമെൻറ് സ്കൂൾ ആയി മാറി. 1997 +2 കോഴ്സ് ആരംഭിച്ചതോടെ ഈ സ്ഥാപനം ഹയർ സെക്കൻഡറി സ്കൂൾ ആയി ഉയർത്തപ്പെട്ടു. 2005 മുതൽ 2007 വരെ സ്കൂളിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത വേളയിൽ ജനങ്ങളുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലിയം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോൻ, പ്രമുഖ നോവലിസ്റ്റ് സേതു തുടങ്ങി നിരവധി പ്രഗത്ഭരായ വ്യക്തികൾ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ചേന്നമംഗലം മാറ്റപ്പാടത്ത് നടക്കുന്ന വിഷു മാറ്റച്ചന്ത നമ്മുടെ പൈതൃകവും അഭിമാനവുമാണ്. നാണയവ്യവസ്ഥ നിലവിൽ വന്നതിനു മുൻപേ തുടങ്ങിയ മാറ്റക്കച്ചവടമാണ് പിൽക്കാലത്ത് ചേന്നമംഗലത്തെ സ്വന്തം വിഷു മാറ്റച്ചന്തയായി പരിണമിച്ചത്. നാണയവ്യവസ്ഥ നിലവിൽ വന്നതിനു ശേഷം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വെക്കുന്നതിനു പകരം പണം കൊടുത്തു തന്നെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ചരിത്രത്തിൻ്റെ ഭാഗമെന്നതിനു പുറമെ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഗ്രാമോത്സവമായി ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴും മാറ്റച്ചന്ത നടത്തിവരുന്നു. 1-ാം നൂറ്റാണ്ടിലെ പ്രമുഖ വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്ന മുസിരീസിൻ്റെ ഭാഗമാണ് ചേന്നമംഗലം. മുസിരീസ് പൈതൃക പദ്ധതിയിലൂടെ ചേന്നമംഗലത്തെ ചരിത്രശേഷിപ്പുകൾ ചരിത്ര ഗവേഷകരെയും ടൂറിസ്റ്റുകളെയും ആകർഷിച്ചു വരുന്നു. പാലിയം ഡച്ച് കൊട്ടാരം, പാലിയം നാലുകെട്ട്, ജൂത സിനഗോഗ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന മ്യൂസിയങ്ങൾ. ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച ചേന്നമംഗലം കൈത്തറിയുടെ വളർച്ചയ്ക്ക് പുതിയ സാധ്യതകൾ കണ്ടെത്താൻ ചേന്നമംഗലം പഞ്ചായത്തിലെ കിഴക്കുംപുറം കോറ്റട്ടാൽ പ്രദേശത്ത് കൈത്തറി ഗ്രാമം നിർമ്മിച്ചു വരുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്രമാണ് ഈ ഗ്രാമത്തിനുള്ളത്. ഈ മണ്ണിനെ അറിയാനെത്തുന്ന ചരിത്രാന്വേഷകർക്കും സന്ദർശകർക്കും സ്വാഗതമേകുന്നു ഞങ്ങളുടെ ചേന്നമംഗലം. അടുത്തതായി ഇംഗ്ലീഷ് കവിതയാണ്. അവതരിപ്പിക്കുന്നത് സ്നേഹ ശ്രീജിത്ത്. Wolf Lake. It was down that road he brought me. Still, in the trunk of his car, I won't say it felt right, but it feel expected. The way you know your blood can spring like a hydrant.
That September, the housewives were murdered in the valley. I did come home to visit the family, getting a couple weeks of free food, hooked up with a guy I didn't know when I was a kid. And things went bad. When he cut me, I remember looking down, my blood surprising as a paper snake leaping from a tin. He danced me around his basement apartment, dumped me on the Chesterfield, sat down beside me and lit a smoke. He seemed a black bear in the gloom, shoulders rounder under his clothes. So I tried to remember everything I knew about the black bears. Whistle while you walk, cannibals. If you don't bother them, they don't bother you, and play dead. Everything slowed. I'll tell a secret. Hard to kill a girl. You got to cut her bad and you got to cut her right, and the boy had done neither. Pain rose along the side of my body like light. I lay very still while he smoked beside me. This boy I camped with very summer since we were 12. The lake was so quiet. You could hear the sound of heroin skim water at the desk, or the sound of boys breathing. I came to in the trunk of his car, gravel kicking against the frame, dust coming through the cracks. It was dark. I was thirsty. I couldn't move my hands or legs. The pain was still around. I think I was tired. We drove that way for a long time before the Chrysler finally slowed, then stopped. The sound of gravel crunching under the tires. I could smell the lake, a place where as kids we did come to swim, we known as we never be seen. Longs grew up from that lake bed. All those black bones are rising from the black water. I remember we did always smell of the lake water and of sex. By the end of the day, and 3 was a tape of pastry decline, we always liked to sing to on our way out, which is that I thought we would be doing that September afternoon. That was smoking up in his garage. You know, you hear about the body all the time. Found the body. And you are one. Someone once told me the place had been a valley. Before the dam, before the town. But that was a long time ago. When the engine stopped, I hear the silver sound of keys in the lock, and then I was up on his shoulders, tasting blood. I think he said my name. I think he walked toward the woods. ഇനി ലളിതഗാനം പാടുന്നത് നിരഞ്ജന ബൗദ്ധ്. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നീളയുടെ നിർമ്മല നീർത്തടത്തിൽ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നീളയുടെ നിർമ്മല നീർത്തടത്തിൽ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കഥനങ്ങൾ ഗാഥകൾ കിളിമൊഴികൾ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കഥനങ്ങൾ ഗാഥകൾ കിളിമൊഴികൾ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നീളയുടെ നിർമ്മല നീർത്തടത്തിൽ. കളിവിളക്കിൽ തിരിനാളങ്ങൾ തെളിയുമ്പോൾ കാലം തിരശീല നീക്കുമ്പോൾ. കളിവിളക്കിൽ തിരിനാളങ്ങൾ തെളിയുമ്പോൾ കാലം തിരശീല നീക്കുമ്പോൾ. മതിലേഖമാലയം മെഴുകിയ വേദിയിൽ മഞ്ജീരമണിയുന്നു മലയാൺമകൾ. മതിലേഖമാലയം മെഴുകിയ വേദിയിൽ മഞ്ജീരമണിയുന്നു മലയാൺമകൾ. ആവണി പൗർണമി
മുഖം നോക്കുവാനെത്തും നീളയുടെ നിർമ്മല നീർത്തടത്തിൽ. കഥ പറയും ചെറുകാറ്റോടിയെത്തുമ്പോൾ മാനം ദുന്ദുബി മുഴക്കുമ്പോൾ. കഥ പറയും ചെറുകാറ്റോടിയെത്തുമ്പോൾ മാനം ദുന്ദുബി മുഴക്കുമ്പോൾ. മാമാങ്കമേറിയ സിന്ദൂര തിലകത്തിൽ ചെഞ്ചായമണിയുന്നു നിറസന്ധ്യകൾ. മാമാങ്കമേറിയ സിന്ദൂര തിലകത്തിൽ ചെഞ്ചായമണിയുന്നു നിറസന്ധ്യകൾ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നീളയുടെ നിർമ്മല നീർത്തടത്തിൽ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കഥനങ്ങൾ ഗാഥകൾ കിളിമൊഴികൾ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കഥനങ്ങൾ ഗാഥകൾ കിളിമൊഴികൾ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നീളയുടെ നിർമ്മല നീർത്തടത്തിൽ. അവസാനമായി ഒരു കന്നഡ പദ്യം ಚೊಲ್ಲುന്നത് ಶಾಂತಿನಿ ಪಿ.ಬಿ. ಕನ್ನಡದ ಕವಿಯಾದ ಶ್ರೀ ನರಸಿಂಹಸ್ವಾಮಿಯವರು ರಚಿತ ಈ ಪದ್ಯ ಭಾಗವನ್ನು ನಾನು ನಿಮ್ಮ ಮುಂದೆ ಹಾಡುತ್ತೇನೆ. ಪಡುವನ ಕಡಲಿನ ನೀಲಿಯ ಬಣ್ಣ ಮುಡಿಯಲು ಸಂಜೆಯ ಅಂಜಿನ ಚಿನ್ನ ಹೊಳೆಗಳೇ ಸೆರಗಿನ ಬಚ್ಚೆಯ ಬಯಲು ಬಿರುಮಳೆ ಗಂಜದ ಬಟ್ಟದ ಸಾಲು ಹುಲಿ ಕಾಡಾಲೆಗಳಲೆಯುವೆ ಕಾಡಿದು ಸಿರಿ ಕನ್ನಡ ನಾಡು ಸಿರಿ ಕನ್ನಡ ನಾಡು. ಕಲ್ಲಿಗೆ ಬಯಸಿದ ರೂಪವ ತೊಡಿಸಿ ಮುಗಿಲಿಗೆ ತಾಗುವ ಮೂರ್ತಿಯ ನೆಲ್ಲಿಸೆ ದಾನ ಧರ್ಮಗಳ ಕೊಡು ಕೈಯೇಗಿ ವೀರಾಗ್ರಣಿಗಳ ತೊಟ್ಟಿಲ ತೂಗಿ ದಾನ ಧರ್ಮಗಳ ಕೊಡು ಕೈಯೇಗಿ ವೀರಾಗ್ರಣಿಗಳ ತೊಟ್ಟಿಲ ತೂಗಿ ಬಳಗಿದ ನಾಡಿದು ಚಂದನ ಗಂತಿನ ಸಿರಿ ಕನ್ನಡ ನಾಡು ಸಿರಿ ಕನ್ನಡ ನಾಡು. ಇಲ್ಲಿ ಅರಳದಿಹ ಹೂವುಗಳಿಲ್ಲ ಹಾಡಲು ಬಾರದ ಹಕ್ಕಿಗಳಿಲ್ಲ. ಇಲ್ಲಿ ಅರಳದಿಹ ಹೂವುಗಳಿಲ್ಲ ಹಾಡಲು ಬಾರದ ಹಕ್ಕಿಗಳಿಲ್ಲ. ಸಾವಿರ ದೀರ್ಪಗಳ ಅರಮನೆಯೊಳಗಿ ಸಾವಿರ ದೀರ್ಪಗಳ ಅರಮನೆಯೊಳಗಿ ಶರಣೆನ್ನುವೆ ನೀ ವೀಣಾಧ್ವನಿಯೇ ಶರಣೆನ್ನುವೆ ನೀ ವೀಣಾಧ್ವನಿಯೇ. ಕನ್ನಡ ನಾಡಿದು ಮಿಂಚುವ ಕಂಕಣ ಸಿರಿ ಕನ್ನಡ ನಾಡು ಸಿರಿ ಕನ್ನಡ ನಾಡು. ಪಡುವನ ಕಡಲಿನ ನೀಲಿಯ ಬಣ್ಣ ಮುಡಿಯಲು ಸಂಜೆಯ ಅಂಜಿನ ಚಿನ್ನ ಹೊಳೆಗಳೇ ಸೆರಗಿನ ಬಚ್ಚೆಯ ಬಯಲು ಬಿರುಮಳೆ ಗಂಜದ
ಬಟ್ಟದ ಸಾಲು ಹುಲಿಕಾಡಾಲೆಗಳಲೆಯುವೆ ಕಾಡಿದು ಸಿರಿ ಕನ್ನಡ ನಾಡು, ಸಿರಿ ಕನ್ನಡ ನಾಡು, ಸಿರಿ കന്നഡ നാടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് ചേന്ദമംഗലം പാലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ? തീർച്ചയായും എഴുതണം. വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം ലൗലി, സഹായം ബിന്ദു വേണു.